നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. അർദ്ധരാത്രി പോളിംഗ് ദിവസം വൻ അട്ടിമറി നടന്നു. 17 ലക്ഷത്തോളം വോട്ടുകൾ കള്ളവോട്ടായി ചെയ്തു. ഇതിൽ പരം എന്താണുള്ളത്? തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണലിൽ ഒക്കെ ആ അട്ടിമറി പ്രകടമല്ലേ എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ആന്ധ്രാപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും കണക്കുകളാണ്. തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് വന്ന മണിക്കൂറുകളിൽ തന്നെ, ആദ്യ മണിക്കൂറുകളിൽ വളരെ വികാരാധീതനായി അവിടുത്തെ ആന്ധ്രയിലെ മുഖ്യമന്ത്രിയായിരുന്ന YS ജഗൻമോഹൻ റെഡ്ഡി പ്രതികരിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ്. വലിയ രീതിയിലുള്ള തട്ടിപ്പും അവിടെ കൊള്ളയും നടന്നിരിക്കുന്നു. ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ആരുമില്ല. കേന്ദ്ര സർക്കാർ, അതല്ലെങ്കിൽ കേന്ദ്ര മിഷനറി സംവിധാനം മുഴുവൻ BJPയുടെ കയ്യിൽ. TDP ആണെങ്കിൽ BJPയുടെ വലം കൈയായി നിൽക്കുകയുമാണ്. ആ TDPയെ ഒതുക്കാനോ അല്ലെങ്കിൽ പുറങ്കാല് കൊണ്ട് ചവിട്ടിത്തൊഴിക്കാനോ BJP ശ്രമിക്കില്ല എന്ന് ജഗന് നല്ലപോലെ ഉറപ്പുണ്ടായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം കോൺഗ്രസ് ആ സമരം ഏറ്റെടുത്തിരിക്കുന്നു. ജനകീയ സമരമായി ആന്ധ്രയിലെ നിയമസഭയിലും മറ്റും ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് സമര പരിപാടികൾ ജഗൻ തുടങ്ങുന്നു. ആ പരിപാടിക്ക് പരിപൂർണമായ പിന്തുണ സഹോദരിയും കോൺഗ്രസിൻ്റെ നേതാവുമായിട്ടുള്ള ആന്ധ്രയിലെ കോൺഗ്രസിൻ്റെ അവസാന വാക്കായി മാറിക്കഴിഞ്ഞിരിക്കുന്ന YS ശർമിളയും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോഴാണ് ജഗനും ശർമിളയ്ക്കും ഒരേ പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കുന്നു. അത് സത്യവുമാണ്. നോക്കൂ, ജനസേന പാർട്ടി അവർ മത്സരിച്ച് 21-ൽ 21 വിജയിക്കുന്നു. വലിയ രീതിയിലുള്ള മുന്നേറ്റം TDPക്ക് കിട്ടുന്നു. അവിടെ അപ്രതീക്ഷിതമായി YSR വളരെ ദയനീയമായി പരാജയപ്പെടുന്നു. ഇവിടെയെല്ലാമുള്ള കള്ളക്കണക്കുകളുടെ ഞെട്ടിപ്പിക്കുന്ന സാരാംശങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. നേരത്തെ തന്നെ ഇതിനെക്കുറിച്ചുള്ള ദീർഘമായ കണ്ടെത്തലുകളെയും അതുപോലെ തന്നെ അവർ നടത്തിയ പ്രസംഗങ്ങളെയും ഒക്കെ വളച്ചൊടിക്കാനും അതിനെയൊക്കെ തൃണവൽക്കരിക്കാനും പരമാവധി ചന്ദ്രബാബു നായിഡു നോക്കിയിരുന്നു. നായിഡുവിനെ സംബന്ധിച്ചിടത്തോളം അധികാരം തുടരുക, കാരണം അഴിമതിയുമായി ബന്ധപ്പെട്ട അമരാവതി പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട അഴിമതി ഏത് നിമിഷവും വീണ്ടും പിടിവീഴാം. അങ്ങനെ വന്നാൽ ശിഷ്ടകാലം ജയിലറയ്ക്കുള്ളിലേക്ക് കഴിയേണ്ടി വരും, അതല്ലെങ്കിൽ താൻ ഇരുട്ടിലേക്ക് മാഞ്ഞു പോവും എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ചന്ദ്രബാബു നായിഡുവിൻ്റെ നീക്കങ്ങൾ. അതായിരുന്നു കേന്ദ്രവുമായുള്ള വീണ്ടുമുള്ള അടുക്കൽ. 2014 ചന്ദ്രബാബു നായിഡുവും BJPയും തമ്മിലുള്ള സൗഹൃദം ഇടയ്ക്ക് വെച്ച് വഷളായി. അത് തീരെ ദുർഘടം പിടിച്ച അവസ്ഥയിലൂടെ പോയെങ്കിൽ നായിഡു വീണ്ടും കളി അറിഞ്ഞ് കളത്തിൽ നിറയുന്ന കാഴ്ചയാണ് കണ്ടത്. പക്ഷേ അതിനധികം ആയുസ്സില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള രേഖകൾ നായിഡുവിനെ അകത്താക്കാനുള്ള സർവത്ര പഴുതുകളും അടച്ചുകൊണ്ടുള്ള ഒരു കത്രിക പൂട്ട് ജഗൻമോഹൻ്റെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തം.